ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു പ്രത്യേക ഉപയോഗമാണ്. നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഞാൻ എഴുതുകയായിരുന്നു, ഐ വാസ് റൈറ്റിംഗ്. അവൻ എഴുതുകയായിരുന്നു, ഹി വാസ് റൈറ്റിംഗ്. അവർ എഴുതുകയായിരുന്നു, they were writing. എന്നാൽ ആ പ്രവൃത്തി കുറെ നേരമായിട്ട് ചെയ്യുകയായിരുന്നു എന്നർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ പ്രത്യേക രീതിയിലാണ് അത് പറയേണ്ടത്. അതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വിളിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇതുണ്ടാക്കുന്നത് സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം അതിന്റെ കൂടെ ഹാഡ് ബീൻ എന്ന് വെക്കും. ഹാഡ് ബീൻ, ഹാഡ്, ഹാവ്, ഹാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഉടമസ്ഥത, പൊസഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ അർത്ഥമല്ല എന്ന് വിചാരിച്ചാൽ മതി. അതുപോലെ ബീൻ എന്നുള്ളത് ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇംഗ്ലീഷിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വെർബാണ് വെർബ് ബി എന്ന് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇവിടെ ഉപയോഗിക്കും. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. അതിന്റെ കൂടെ വെർബിന്റെ ബേസ് ഫോം വഹിക്കും. ബേസ് ഫോമിന്റെ കൂടെ ING ചേർക്കും. ING ഫോം എന്നതിനെ വിളിക്കാറുണ്ട്. ഹാഡ് ബീൻ റൈറ്റിംഗ്, അപ്പോൾ അതിന് ഒരർത്ഥമായി എഴുതുകയായിരുന്നു. വാസ് റൈറ്റിംഗ്, വേർ റൈറ്റിംഗ്, അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? എഴുതുകയായിരുന്നു. ഇവിടെയുള്ള വ്യത്യാസം ഒരു പ്രത്യേക സമയം സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് പറയേണ്ടത്. ഉദാഹരണമായി, ഞാൻ 2 മണിക്കൂറോളം എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ 2 മണിക്കൂറായി എഴുതുകയായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഐ വാസ് റൈറ്റിംഗ് ഫോർ 2 hours എന്ന് പറയാൻ പാടില്ല. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours എന്ന് പറയണം. ഇതിന്റെ മറ്റൊരു രൂപം ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പാസ്റ്റ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഇതുപോലുള്ള വാചകങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു വാക്കാണ് സിൻസ്. ഇത് നമ്മൾ നേരത്തെ കണ്ടു. മുതൽ എന്നുള്ളതാണ് ഇവിടെ ഇതിന്റെ അർത്ഥം. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് സിൻസ് 6 o'clock. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് സിൻസ് 6 o'clock. 6 മണി മുതൽ ഞാൻ എഴുതുകയായിരുന്നു. ഐ വാസ് റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരുന്നു. എന്നാൽ ഇതുപോലെ സിൻസ് 6 o'clock, 6 മണി മുതൽ, അപ്പോൾ നീണ്ടൊരു സമയം കാണിക്കുകയാണ്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉള്ളപ്പോൾ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്. ഇവിടെ മറ്റൊരു പ്രത്യേകത, സിംഗുലറിനും പ്ലൂറലിനും ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിക്കുക. നേരത്തെ പ്രസന്റിൽ നമ്മൾ കണ്ടത് ഹാവ് ബീൻ റൈറ്റിംഗ് പ്ലൂറല്, ഹാസ് ബീൻ റൈറ്റിംഗ് സിംഗുലർ, അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ പാസ്റ്റില് ഒരേ കാര്യം തന്നെ ഉപയോഗിക്കുക. അത്രയും എളുപ്പമായി. നമുക്ക് നോക്കാം. നേരത്തെ കണ്ടതുകൊണ്ട് കുറെ കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായി ഞാൻ എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ 2 മണിക്കൂറോളം എഴുതുകയായിരുന്നു. മലയാളത്തിൽ നമുക്ക് അങ്ങനെയും ഈ ഫോർ എന്ന വാക്ക് തർജ്ജമ ചെയ്യാം. 2 മണിക്കൂറോളം ഞാൻ എഴുതുകയായിരുന്നു. ഐ ഹാഡ് ബീൻ സിംഗിങ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറോളം പാടുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ 3 മണിക്കൂറായി പാടുകയായിരുന്നു. ഐ വാസ് സിംഗിങ് എന്ന് പറയാം, ഞാൻ പാടുകയായിരുന്നു. പക്ഷെ ഇതുപോലെ വാക്കുകൾ വയ്ക്കുമ്പോൾ ഫോർ 3 hours എന്നൊക്കെ വയ്ക്കുമ്പോൾ ഈ രീതിയിലാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്. അത് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണ്. മലയാളത്തിൽ നമുക്ക് ഈ പ്രശ്നമില്ല. ഒരേ വാക്കുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പാടുകയായിരുന്നു, ഞാൻ 3 മണിക്കൂറോളം പാടുകയായിരുന്നു, ഒരേ വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ ഈ വ്യത്യാസം വരും. ഐ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. 10 വർഷത്തോളം ഞാൻ ഇവിടെ താമസിക്കുകയായിരുന്നു. 10 വർഷത്തോളം ഞാൻ ഇവിടെ താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ 10 വർഷമായി ഞാൻ ഇവിടെ താമസിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം ഇപ്പോൾ താമസിക്കുന്നില്ല, നേരത്തെ 10 വർഷത്തോളം ഞാൻ താമസിക്കുകയായിരുന്നു. ആ രീതിയിൽ ഐ ഹാഡ് ബീൻ എന്ന് പറയണം. ഐ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. അടുത്തത് സിൻസ് വെച്ചിട്ടുള്ളത്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. കാലത്ത് മുതൽ
ഞാൻ പഠിക്കുകയായിരുന്നു. കാലത്ത് മുതൽ ഞാൻ പഠിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് ജൂൺ. ഐ ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് ജൂൺ. ജൂൺ മുതൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. പാസ്റ്റ് ആണ്, അത് മറക്കരുത്. ഐ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ദ ഹോൾ ഡേ. ദിവസം മുഴുവൻ ഞാൻ ഉറങ്ങുകയായിരുന്നു. നമുക്കിനി യു വെച്ച് നോക്കാം. ബി അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാം ഒരേപോലെ തന്നെയാണ്. യു ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. യു ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറോളം നീ എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂറായി നീ എഴുതുകയായിരുന്നു. യു ഹാഡ് ബീൻ സിംഗിങ് ഫോർ 3 hours. 3 മണിക്കൂറോളം നീ പാടുകയായിരുന്നു, അല്ലെങ്കിൽ 3 മണിക്കൂർ നീ പാടുകയായിരുന്നു. ആ രീതിയിൽ മലയാളത്തിൽ പറയാം. യു ഹാഡ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 10 years. 10 വർഷത്തോളം നീ ഇവിടെ താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ 10 വർഷം നീ ഇവിടെ താമസിക്കുകയായിരുന്നു. മലയാളത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. യു ഹാഡ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ നീ പഠിക്കുകയായിരുന്നു. യു ഹാഡ് ബീൻ വർക്കിംഗ് സിൻസ് ജൂൺ. ജൂൺ മുതൽ നീ ജോലി ചെയ്യുകയായിരുന്നു. യു ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ദ ഹോൾ ഡേ. ദിവസം മുഴുവൻ നീ ഉറങ്ങുകയായിരുന്നു. അടുത്തത് നമുക്ക് ഹി നോക്കാം. അവൻ, അയാൾ, അദ്ദേഹം. ഇത് സിംഗുലർ ആണ്, ഇത് തന്നെ ഉപയോഗിക്കുക. ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറോളം അവൻ എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ അവൻ 2 മണിക്കൂർ എഴുതുകയായിരുന്നു. മലയാളത്തിൽ അങ്ങനെയും പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ 4 വയ്ക്കണേ. ഹി ഹാഡ് ബീൻ സിംഗിങ് ഫോർ 3 hours. ഹി ഹാഡ് ബീൻ സിംഗിങ് ഫോർ 3 hours. 3 മണിക്കൂറോളം അവൻ പാടുകയായിരുന്നു, അല്ലെങ്കിൽ 3 മണിക്കൂർ അവൻ പാടുകയായിരുന്നു, അല്ലെങ്കിൽ 3 മണിക്കൂറായി അവൻ പാടുകയായിരുന്നു. He had been living here for 10 years. He had been living here for 10 years. 10 വർഷത്തോളം അവൻ ഇവിടെ താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ 10 വർഷം അവൻ ഇവിടെ താമസിക്കുകയായിരുന്നു. He had been studying since morning. രാവിലെ മുതൽ അവൻ പഠിക്കുകയായിരുന്നു. He had been working since June. ജൂൺ മുതൽ അവൻ ജോലി ചെയ്യുകയായിരുന്നു. He had been sleeping the whole day. ദിവസം മുഴുവൻ അവൻ ഉറങ്ങുകയായിരുന്നു. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഷി അതുപോലെ തന്നെയാണ്, സിംഗുലർ ഇതേപോലെ തന്നെയാണ്. പിന്നെയുള്ളത് ദേ, അവർ അല്ലെങ്കിൽ ഇവർ, അത് പ്ലൂറൽ ആണ്, പക്ഷെ ഇതുപോലെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിന് പകരം വേറെ ഏത് വാക്ക് വെച്ചാൽ രാജു, രാമു, മൈ ഫ്രണ്ട്സ്, യുവർ ബ്രദേഴ്സ്, എല്ലാം ഒരേപോലെ തന്നെയാണ്. ഈ അർത്ഥവ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ഭാഷയിൽ നമുക്കിത് പ്രശ്നമല്ല, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പ്രത്യേക സമയം സൂചിപ്പിക്കുന്നെങ്കിൽ ഈ രീതിയിലാണ് പറയേണ്ടത്. ഇത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് കണ്ടിരുന്നു. ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ്. ഇവിടെ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്. ആ വ്യത്യാസമുണ്ട്. ഇതിന്റെ അർത്ഥം മനസ്സിലായാൽ വളരെ എളുപ്പമാണ്. ഇത് ഇംഗ്ലീഷിലെ ഒരു പ്രത്യേകതയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മറ്റ് വെർബ്സ് ഉപയോഗിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമുള്ള വാചകങ്ങളാണോ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം, പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിക്കണം. ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണമെങ്കിൽ വാക്കുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്.
എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് മൂന്നും ഒരേപോലെ ഇരിക്കുകയാണ് അല്ലെ? നമ്മള് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ വെർബ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോം കട്ട് തന്നെയെന്നാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ. അപ്പൊ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട്, പുട്ട്, പുട്ട്. ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യം. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട്, ഷട്ട്, ഷട്ട്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. കിറ്റ്, കിറ്റ്, കിറ്റ്. ബെറ്റ്, bet, bet. Hit, hit, hit. Split, split, split. Set, set, set. Herd, herd, herd. Spread, spread, spread. Host, host, host. Telecast, telecast, telecast. Broadcast, broadcast, broadcast. Burst, burst, burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്. ഇനി അടുത്തുള്ള വെർബ്സ് ഒക്കെ ഡിയോ ഇഡിയോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. കോൾ, കോൾഡ്, കോൾഡ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. വാക്ക്, വാക്ഡ്, വാക്ഡ്. പ്രേ, പ്രേഡ്, പ്രേഡ്. ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്. Open, open, open. Study, studied, studied. Lie, lied, lied. Help, helped, helped.
respect, respected, respected, accept, accepted, accepted, ask, asked, asked,